السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله يا عباد الله. സർവ്വരക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് നിത്യജീവിതത്തിലെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും ക്രമീകരിക്കണമെന്ന് സ്വയം മറക്കാതെ ഓരോരുത്തരെയും ഓർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. തീർച്ചയായും ദിനേനയുള്ള ഓരോ വാർത്തകളും മറ്റുമൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം ഞെട്ടലോടും കൂടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതം ആരംഭിക്കുന്നത്. ഒരിക്കലും ഒരു മുസ്ലിം എന്നല്ല, ഒരു മനുഷ്യൻ പോലും കേൾക്കാൻ കൊതിക്കാത്ത, അറിയാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള വളരെ മ്ലേച്ഛമായ, വളരെ ദുഷിച്ച വാർത്തകളും അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ദിനേന പത്രങ്ങളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും തൊട്ട അയൽപക്കങ്ങളിൽ നിന്നടക്കം കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹത്തിന്റെ ധാർമ്മിക അവസ്ഥയും ആളുകളുടെ ജീവിത സാഹചര്യവും ഒക്കെ വഴിമാറിപ്പോയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വാർത്തകൾ അറിയാനെന്ന് പറഞ്ഞ് തുറക്കുന്ന പത്രങ്ങളിൽ നിന്നൊക്കെ കുറ്റകൃത്യങ്ങളും കുറ്റവാളികളുടെ പേരുകളും അത്തരത്തിലുള്ള കാര്യങ്ങളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന മലീമസമായ രീതിയിലേക്ക് മാധ്യമങ്ങളെല്ലാം മാറിപ്പോയിരിക്കുന്നു. അത് മാധ്യമങ്ങളുടെ കുഴപ്പമില്ല, ജനങ്ങളുടെ ജീവിത രീതി അങ്ങനെ ആയി മാറിയിരിക്കുകയാണ്. വഞ്ചന ഒരു പ്രശ്നമല്ലാതെയായി മാറുക, കൊലപാതകം നിത്യസംഭവമായി മാറുക, പീഡനവും ബലാത്സംഗവും ഒക്കെ
അത് ചെയ്യാത്തവരെന്തോ വിഡ്ഢികൾ എന്ന രൂപത്തിലേക്ക് വരെ ജനങ്ങൾ മാറിപ്പോയിരിക്കും. ഇന്നലെ വരെ കണ്ടൊരു വാർത്ത, സ്വന്തം മാതാവിനെ ബലാത്സംഗം ചെയ്ത ലഹരിക്ക് അടിമപ്പെട്ട ഒരു മകന്റെ വാർത്തയൊക്കെ, അതും പല തവണയായിക്കൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പോലീസിലും മറ്റും പരാതി നൽകുന്ന, മകനെ കൊണ്ട് ജീവിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ പരാതി പറഞ്ഞ്, പോലീസിനോട് പരാതി പറഞ്ഞ് മകനെതിരെ FIR ഇടിപ്പിക്കുന്ന മാതാക്കളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് നമ്മൾക്ക് ഒരുപാട് ദൗത്യം ഇവിടെ നിർവഹിക്കാനുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളിപ്പോഴും ഞാൻ എന്റെ നിസ്കാരവും, ഞാൻ എന്റെ നോമ്പും, എന്റെ വീട്, എന്റെ ജോലി, എന്റെ കുട്ടികൾ, എന്റെ കുടുംബം, അങ്ങനെ എന്റെ 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 എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ തിരുത്താനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. അല്ല എങ്കിൽ റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തന്നെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ളുഹയിലെ 11-ാമത്തെ ആയത്ത്, നിന്റെ റബ്ബ് നിനക്ക് ചെയ്തു തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും നീ സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഈ ഇരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും, സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നമുക്ക് റബ്ബ് ഹിദായത്ത് നൽകി എന്നുള്ളതാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്ത വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം നൽകുന്ന ഹിദായത്തിലേക്ക് നമ്മളെ എത്തിച്ചു എന്നുള്ളതാണ്. ദീന് കൃത്യമായി പാലിക്കുന്ന, തൗഹീദ് മനസ്സിലാക്കിയ, അല്ലാഹു ആരാണെന്ന് തിരിച്ചറിഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എന്താണെന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ, ആഖിറത്തിൽ വിജയിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ച നിബന്ധനകളെല്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള അവസരം കിട്ടിയവരാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഓരോരുത്തരും. ഇനി നമ്മൾ ആരെങ്കിലും നരകത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത്രയും വലിയ ഹതഭാഗ്യവാന്മാരായതുകൊണ്ടാണ്. ഇത്രയും തൗഫീഖ് റബ്ബ് നൽകിയിട്ട് കോടാനക്കോടി ജീവജാലങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യനാക്കി നമ്മളെ മാറ്റി. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ വിവിധ മതങ്ങളും ആശയങ്ങളും ദർശനങ്ങളും ജീവിത സാഹചര്യത്തിലും ജീവിക്കുന്ന ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളത്തെ ലോകത്ത് ആളുകളെ സ്വർഗത്തിലേക്ക് ഉൾപ്പെടുത്താൻ വെച്ച നിബന്ധനകളിൽ ഒന്നാമത്തെ നിബന്ധനയായ തൗഹീദ് മനസ്സിലാക്കാൻ, ഇസ്ലാമിനെ സ്വീകരിക്കാനുള്ള ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് റബ്ബ് പ്രഖ്യാപിച്ചതിനെ ഉൾക്കൊള്ളാൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ ഇസ്ലാമിൽ തന്നെ ഒരുപാട് കക്ഷികളുണ്ട്, ഒരുപാട് വിഭാഗക്കാരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തഫ്തരിഖു ഉമ്മത്തി ഇലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി കൊണ്ട് പിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, ഒരു കക്ഷി ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ്. ആരാണ് ആ കക്ഷി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അറിയിച്ചു തന്നത്, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് എടുത്ത നിലപാടുകൾ എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, ഏത് കാലഘട്ടത്തിലുള്ളവരായിക്കൊള്ളട്ടെ, ഏത് ദേശത്തുള്ളവരായിക്കൊള്ളട്ടെ, ഏത് നാട്ടിൽ, ഏത് വാപ്പാന്റെ ഉമ്മാന്റെ മക്കളായിക്കൊള്ളട്ടെ, കറുത്തവനോ വെളുത്തവനോ ആയിക്കൊള്ളട്ടെ, ഏത് ജോലി ചെയ്യുന്നവനായിക്കൊള്ളട്ടെ, പാവപ്പെട്ടവനോ പണക്കാരനായിക്കൊള്ളട്ടെ, പക്ഷേ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ജീവിക്കുന്ന, ഇന്നെടുത്ത നിലപാടുകൾ എടുത്ത് ഏത് സാഹചര്യത്തിലും ജീവിക്കുന്നവർ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ തൗഹീദിന്റെ മാർഗത്തിൽ അണിചേരാൻ, ആ സുന്നത്തിന്റെ മാർഗത്തിൽ അണിചേരാൻ, ആ സലഫുകളുടെ മാർഗത്തിൽ അണിചേരാൻ റബ്ബിന്റെ തൗഫീഖ് കിട്ടിയവരാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്. വളരെ ന്യൂനപക്ഷമായ ആളുകൾക്ക് മാത്രം കിട്ടുന്ന തൗഫീഖാണ്. ഇനി
നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നുണ്ട്. നമ്മൾ വിജയിക്കണോ ഇതുകൊണ്ട് മാത്രമായില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇംറാനിന്റെ 104-ാമത്തെ ആയത്തിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ് وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ وَأُولَئِكَ هُمُ الْمُفْلِحُونَ. വിജയിക്കുന്നവരാരാ? വൽതകും മിൻകും ഉമ്മ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ ഉണ്ടായി വരേണ്ടതുണ്ട്, ഒരു ഉമ്മത്ത് ഉണ്ടായി വരേണ്ടതുണ്ട്. എന്താണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടായി വരേണ്ട ആ ഉമ്മത്തിന്റെ പ്രത്യേകത? യദ്ഊന ഇലൽ ഖൈർ, നന്മകളിലേക്ക് വിളിക്കുന്നവരായിരിക്കണം അവർ. ഷാപ്പിലേക്ക് വിളിക്കുന്നവരല്ല, ക്ലബിലേക്ക് വിളിക്കുന്നവരല്ല, മറ്റു പാർട്ടികളിലേക്ക് വിളിക്കുന്നവരല്ല. അതിൽ വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഉണ്ടാകും. പക്ഷേ യദ്ഊന ഇലൽ ഖൈർ, നന്മകൾ എവിടെയുണ്ടോ അവിടേക്ക് ക്ഷണിക്കുന്ന, അവിടേക്ക് വിളിക്കുന്ന ആളുകളായിരിക്കും അവർ. നന്മയായിക്കൊണ്ട് ദീന് പഠിപ്പിച്ചത് എന്തുണ്ടോ അതിലേക്ക് വിളിക്കുന്നവരായിരിക്കും അവർ. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മകൾ ആളുകളോട് കൽപ്പിച്ചു കൊണ്ടിരിക്കും. സ്വന്തം നന്മ ചെയ്തു നടക്കുമെന്നല്ല, ഞാനും എന്റെ കുടുംബവും എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്നവരല്ല. എന്റെ കാര്യം മാത്രം നോക്കി സെൽഫിഷായി നടക്കുകയല്ല. യഅ്മുറൂന ബിൽ മഅറൂഫ്, ജനങ്ങളെ നിങ്ങൾ നന്മ കൽപ്പിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ മദ്യം ഒഴിവാക്കണം, വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കണം, പലിശ നിങ്ങൾ തൊട്ടുപോകരുത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നിങ്ങൾ സ്വീകരിക്കണം, വിദ്അത്തുകളിൽ നിന്ന് അകന്നു നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നന്മകൾ ആളുകളെ അറിയിക്കുന്ന ആളുകളായിരിക്കും, നന്മ കൽപ്പിക്കുന്ന ആളുകളായിരിക്കും. നിസ്കരിക്കണം, നോമ്പെടുക്കണം, റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, എല്ലാ നന്മകളും അവരങ്ങനെ കൽപ്പിച്ചു കൊണ്ടിരിക്കും. ഇത് അവരുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല തിന്മ തടയുന്നവരായിരിക്കും അവർ. നാട്ടിൽ അരാജകത്വം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ആകെ പ്രശ്നമാണ്, ആകെ സാഹചര്യം മോശമാണ്, ഒന്നും പുറത്തിറങ്ങാൻ വയ്യ, യുവാക്കളൊക്കെ നശിച്ചുപോയിരിക്കുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. സമകാലിക സാഹചര്യവും യുവാക്കളും ലഹരികളും അനാശാസ്യ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ആകുലപ്പെടാം. പക്ഷേ അതിനെതിരെ ഞാൻ എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും നോക്കണ്ടേ. ഞാൻ എന്ത് ചെയ്തു? എന്റെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ, എന്റെ സുഹൃത്ത് വലയങ്ങളിൽ, എന്റെ കുടുംബങ്ങൾക്കിടയിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ വിദ്യാർത്ഥികൾക്കിടയിൽ, എന്റെ അധ്യാപകർക്കിടയിൽ, എന്റെ സഹപ്രവർത്തകർക്കിടയിൽ, എന്റെ അയൽവാസികൾക്കിടയിൽ, എന്റെ നാട്ടുകാർക്കിടയിൽ, അവർക്കിടയിലുള്ള ഇത്തരം തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് നമ്മിൽ ഉത്തരം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മുൻകറായ, വെറുക്കപ്പെട്ട, മോശപ്പെട്ട, മ്ലേച്ഛമായ കാര്യങ്ങളെ തടയുന്ന ആളുകളായിരിക്കും അവർ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു കൂട്ടര് നാട്ടിലുണ്ടെങ്കിലേ ആ സമൂഹം വിജയിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്നവരെ നാളത്തെ കോടതിയിൽ, അള്ളാന്റെ കോടതിയിൽ വിജയിക്കുകയുള്ളൂ. എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ദഅവാ രംഗത്തേക്ക് സജീവമായി അരയും തലയും മുറുക്കി ഇറങ്ങേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഇത്രയും പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ഇനിയും നമ്മൾ മനസ്സിലാക്കിക്കൂടാ. നമ്മൾ ഇറങ്ങിയിട്ടില്ല എങ്കിൽ, ഇപ്പോഴും നമ്മൾ മടിച്ചു നിൽക്കുകയാണ് എങ്കിൽ, ആരെങ്കിലും ഒക്കെ ചെയ്തോളുമെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയാണ് എങ്കിൽ ഓർക്കണം, നമ്മളോട് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് ലഭിച്ച അറിവിനെ കുറിച്ച് റബ്ബ് ചോദിക്കും, എന്ത് ചെയ്തു നീ നിന്റെ അറിവ് കൊണ്ട്? ഖുതുബ കേട്ട് ഒരുപാട്, മദ്രസയിൽ നിന്ന് പഠിച്ച ഒരുപാട്, ദീനി വിജ്ഞാനം ഒരുപാട് നേടി, ഇതൊക്കെ നേടിയിട്ട് ഞാൻ അങ്ങനെ എന്റെ നിസ്കാരം നോമ്പ് മാത്രമായിട്ട് നടന്നു എന്നാണ് പറയേണ്ടത്? അല്ല, അറിഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നതാണ്. എന്താണ്? ബല്ലിഗു അന്നി, എന്നിൽ നിന്ന് നിങ്ങൾ എത്തിക്കണം. വലൗ ആയ, ഒരായത്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ഒരു ഖുർആൻ ക്ലാസ്സിലെങ്കിലും ഒന്ന് പോയിരിക്കാൻ, അവിടെ പഠിച്ച കാര്യങ്ങളൊന്ന് വീട്ടുകാർക്കും കുടുംബത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, ഒരു ഖുർആൻ ക്ലാസ്സിലെങ്കിലും ഒന്ന് തുടങ്ങി വെക്കാൻ, എന്താണോ തന്നെ കൊണ്ട് സാധിക്കുന്നത് അത് താൻ ചെയ്തിരിക്കണം. നിങ്ങൾ ചെയ്യണം, എത്തിക്കണം. അന്നി, എന്നിൽ നിന്ന്, വലൗ ആയ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന റസൂലിൽ നിന്ന് ഒരായത്തെങ്കിലും നമ്മള് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ബാധ്യതയാണെന്ന് കൃത്യമായി കൊണ്ട് നമ്മെ അറിയിക്കുകയാണ്.
ദഅവ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങേണ്ടത്? തനിക്കങ്ങ് തോന്നിയത് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഒന്നായിട്ട് അങ്ങ് പ്രസംഗിക്കുകയും വേദ പറയുകയും ചീത്ത പറയുകയും ചെയ്യുകയല്ല വേണ്ടത്. അതിനൊരു മൻഹജ് ഉണ്ട്. ഏതാണ് ആ മൻഹജ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻഹജ്. ആ റസൂലിന്റെ ചര്യ, ആ റസൂലിന്റെ മാതൃക സ്വഹാബത്ത് റസൂലിൽ നിന്ന് പഠിച്ചെടുത്തത്, താബിഈകൾ സ്വഹാബത്തിൽ നിന്ന് പഠിച്ചെടുത്തത്, തബഉ താബിഈകൾ താബിഈകളിൽ നിന്ന് പഠിച്ചെടുത്ത ഇസ്ലാമിന്റെ തനതായ ഒരു ദഅവത്തിന്റെ ശൈലിയുണ്ട്. എന്താണത്? അത് ഹിക്മത്ത് കൊണ്ടുള്ളതാണ്, അത് മൗഇദത്തുൽ ഹസന കൊണ്ടുള്ളതാണ്, അത് ഏറ്റവും നല്ല വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ടുള്ളതാണ്, അത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിച്ചു കൊണ്ടുള്ളതാണ്. അല്ലാതെ അരിയും പഞ്ചാരയും നൽകിക്കൊണ്ട് ആളുകളെ സോപ്പിട്ട് മയക്കിയിട്ട് ഇങ്ങനെ ദീനിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയില്ല. തൗഹീദാണ് പറയുന്നത്. ആദ്യം തന്നെ അവരോട് പോയിട്ട് ജനങ്ങളോട് മുഴുവൻ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ശൈലി എന്താ? ജനങ്ങളെ അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് നമ്മൾക്ക് മടങ്ങാനുള്ളത്, ആ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ, ആരാധന കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു പടപ്പിലേക്ക് നമ്മൾ കൊടുക്കരുത് എന്ന തൗഹീദ് ആദ്യം പഠിപ്പിച്ച് അവരുടെ കൽബിനെ ക്ലിയർ ആക്കി വെക്കും. എന്നിട്ടാണ് അവരുടെ നിസ്കാരം പറയുന്നത്, കള്ളു കുടിക്കരുത് എന്ന് പറയുന്നത്, വ്യഭിചരിക്കരുത് എന്ന് പറയുന്നത്, പലിശ ഒഴിവാക്കണം എന്ന് പറയുന്നത്, നന്മകൾ വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറയുന്നത്, കാരുണ്യ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനത്തിനും പാലിയേറ്റീവ് പ്രവർത്തനം എല്ലാം വേണം. ആദ്യം വേണ്ടത് തൗഹീദാണ്. തൗഹീദ് റെഡിയാക്കാതെ ബാക്കിയെല്ലാം റെഡി ആയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇസ്ലാമിക ദഅവത്തിന്റെ ആ ഒരു മൻഹജും റൂട്ടും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്റിന്റെ 125-ാമത്തെ ആയത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നിന്റെ റബ്ബിന്റെ മാർഗ്ഗത്തിലേക്ക് നീ ആളുകളെ ക്ഷണിക്കണം, വിളിക്കണം. ഭാര്യയെ വിളിക്കണം, പാപ്പാനെ വിളിക്കണം, കുടുംബക്കാരെ വിളിക്കണം, നാട്ടുകാരെ വിളിക്കണം. കള്ളുകുടിച്ച് റോഡ് സൈഡിൽ മറിഞ്ഞു വീണ് കിടക്കുന്നതിനെ വിളിച്ചു കൊണ്ടുവരണം. ഓരോരുത്തരെയും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബലാത്സംഗ കേസിൽ പിടിക്കപ്പെട്ടവനായിക്കൊണ്ട് പത്രത്തിൽ പേര് വന്നവനെ, ഇവരെ എല്ലാവരെയും നമ്മൾ കൊണ്ടുവരണം. ഇവർക്കെല്ലാം നമ്മുടെ ദഅവത്ത് എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എങ്ങനെയാണോ നമ്മളെ കൊണ്ട് സാധിക്കുക അങ്ങനെ നമ്മൾ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. എങ്ങനെ? ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? ഏറ്റവും നല്ല രീതിയിൽ അവരുമായി കൊണ്ട് സംവദിച്ചുകൊണ്ട്, മാത്രമല്ല ഏറ്റവും നല്ല രീതിയിൽ അവരോട് സംവദിക്കണം. മാത്രമല്ല നല്ല തത്വദീക്ഷയോടുകൂടെ ആയിരിക്കണം. അവരെ സതുപദേശം മുഖേനയും യുക്തിദീക്ഷയോടുകൂടെയും ഹിക്മത്തോടുകൂടെയാണ് അവരെ നമ്മൾ വിളിക്കണം. വജാദിൽഹും, അവരോട് നിങ്ങൾ തർക്കിക്കണം. ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ. ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഖുർആനാണ്. ഏറ്റവും നല്ലത് ഏതാണ്? ഖുർആനാണ്. കലാം കലാമുല്ലാഹ്. ആ അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് നമ്മൾ അവരുമായി കൊണ്ട് സംവാദങ്ങളിൽ ഏർപ്പെടണം. അവരെ നല്ല സാരോപദേശങ്ങൾ നൽകണം. നല്ല ഹിക്മത്തോടു കൂടെ അവര് നന്നായി വരണമെങ്കിൽ എങ്ങനെ ഞാൻ ഇടപെടണം എന്ന യുക്തിയോടുകൂടെ ഇടപെടണം. അല്ലാതെ ചാടി കയറി ചെന്നിട്ട് ആദ്യം തന്നെ അവർക്ക് ഇങ്ങോട്ട് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ ആകെ അടച്ച് ആക്ഷേപിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും ജിബ്രീലിനെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് പറയിപ്പിച്ചു കൊടുത്താലും അവർ സ്വീകരിക്കൂല. കാരണം അത്രക്ക് വെറുപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ വെറുപ്പിക്കാൻ പാടില്ല. അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അങ്ങനെയായിരുന്നു. റസൂൽ ആരെയും പോയി ചീത്ത പറഞ്ഞില്ല, ആരെയും പോയി ആക്ഷേപിച്ചില്ല. നേരെ മറിച്ച് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ അവരെ ഓരോരുത്തരെയും അവരുടെ സൈക്കോളജി നോക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയത്. അതിനർത്ഥം എല്ലാം മയപ്പെടുത്തി തൗഹീദ് ഒന്നും പറയാതെ പതിയെ ഇങ്ങനെ കൊണ്ടുവരണം എന്നല്ല. പറയേണ്ടത് പറയണം. പക്ഷെ ആളുകളുടെ സ്ഥാനവും മാനവും അവരുടെ രീതിയും അവരുടെ അവസ്ഥയും ഒക്കെ നോക്കിയിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ അവരുടെ ചിന്തകളെ ഉണർത്തുന്ന തരത്തിൽ ആയിരിക്കണം ദഅവത്ത് നടത്തേണ്ടത് എന്നുള്ളതാണ്. ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ റബ്ബ് ഹുവ അഅലമു, അവനാണ് ഏറ്റവും അറിയുന്നത്. ബിമൻ വല്ല അൻ സബീലി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്നും വഴിവിട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ച്. വഹുവ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഅലമു ബിൽ മുഹ്തദീൻ, ഹിദായത്തിലാകുന്ന ആളുകളെ കുറിച്ചും ഏറ്റവും കൂടുതൽ അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. സൂറത്തുൽ നഹ്ലിന്റെ 125-ാമത്തെ ആയത്തിലൂടെ റബ്ബ് അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. ഇനിയോ ഏറ്റവും നല്ല വാക്ക് പറയുന്നവനാരാ? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ മറ്റാരുണ്ട്?
എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരാണ്. ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ടല്ല, ചാരപ്രവൃത്തി നടത്തിയിട്ടല്ല, അല്ലെങ്കിൽ കാപട്യത്തിലൂടെ അല്ല ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ടേ. പ്രണയിച്ച് ഇസ്ലാമിലേക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ആളെ കൂട്ടേണ്ട ഒരു ആവശ്യം ഇസ്ലാമിൽ ഇല്ല തന്നെ. ഇസ്ലാമിലേക്ക് കുറെ ചണ്ടിൻ തിരക്കും വന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഇസ്ലാം എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാമാണ് ശരിയെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇസ്ലാം ആയാൽ എനിക്ക് പരലോകം വിജയിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വരുന്നവർ വന്നാൽ മതി. അല്ലാതെ ഇസ്ലാമിൽ കുറെ ആളെണ്ണം കൂട്ടിയതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന് ഒരു പ്രയോജനമില്ല. നേരെ മറിച്ച് ആളുകൾ ഹക്ക് മനസ്സിലാക്കണം, സത്യം ഉൾക്കൊള്ളണം, ദീന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് കടന്നു വരേണ്ടത്. അങ്ങനെയാണ് ആളുകളെ അറിയിക്കേണ്ടത്. റബ്ബ് അത്തരത്തിലുള്ള യഥാർത്ഥ ദഅവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اتقوا الله يا عباد الله. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. ഇസ്ലാമിക ദഅവ പ്രവർത്തനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അത് ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തേണ്ട ആളുകളിലേക്ക് എത്തിക്കും. നമ്മൾ അതിന്റെ ഭാഗമായാൽ റബ്ബിന്റെ ദീനിനെ റബ്ബ് സംരക്ഷിക്കും. റബ്ബിന്റെ ദീന് കൊണ്ടു നടക്കുന്നവരെയും റബ്ബ് സംരക്ഷിക്കും. റബ്ബിന്റെ ദീനിന് റബ്ബിന്റെ എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണം എല്ലാ കാലത്തും ഉണ്ടാവും. നമ്മൾ ആ രംഗത്തുണ്ടെങ്കിൽ ആ സംരക്ഷണം നമുക്കും കൂടെ കിട്ടും. അതുകൊണ്ട് നമ്മൾ റബ്ബിന്റെ ദീനിന്റെ ദഅവാ പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടാവണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇസ്ലാം പ്രചരിച്ചത് എങ്ങനെയാണ്? അവിടെ പള്ളികൾക്കും മദ്രസകൾക്കും ഇസ്ലാമിക സംഘടനകൾക്കും ഓരോ നാട്ടിലുള്ള കൂട്ടായ്മകൾക്കും ഒക്കെ ഒരുപാട് പ്രാധാന്യവും അവരുടേതായ വലിയ പങ്കുകളും ഉണ്ട് എന്നത് നമുക്കൊരിക്കലും തന്നെ വിസ്മരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ നമ്മളൊക്കെ ഓർക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പൂർവികർ കുറെ പ്രയത്നിച്ചത് കൊണ്ട് പള്ളിയും മദ്രസയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ എന്താണ് നിറഞ്ഞത്? ആ നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയിട്ട പള്ളിയും മദ്രസയും സംഘടനയും സംവിധാനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ട് നടക്കാനെങ്കിലും നമ്മൾ വേണ്ടേ? അതൊക്കെ ആരെങ്കിലും നോക്കിക്കോളും. അതൊക്കെ മഹല്ല് കമ്മിറ്റി നോക്കി. അവരുടെ ഉത്തരവാദിത്തമില്ല. ആരെയും മഹല്ല് കമ്മിറ്റി ആരെങ്കിലും ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ടോ? ശരിക്കും പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഇമാമിനെ പോലും ശമ്പളം കൊടുത്ത് നിർത്തേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉമ്മത്തിന്റെ ബാധ്യതയാണ്. നമുക്ക് ആർക്കും ഒഴിവില്ലാത്തതുകൊണ്ടാണ് അതിനൊക്കെ പ്രത്യേകിച്ച് ശമ്പളം കൊടുത്തിട്ടൊക്കെ ആളുകളൊക്കെ നിർത്തേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നാളെ തന്നെ ഇമാമിനെ പിരിച്ചുവിടണമെന്നല്ല. നേരെ മറിച്ച് ആ രൂപത്തിൽ നമ്മളെല്ലാവരും ഹാഫിളുകളും നമ്മളെല്ലാവരും ഖുർആൻ പഠിച്ചവരും നമ്മളെല്ലാവരും നല്ല ദീനി കാര്യങ്ങളിൽ അവകാശം നേടിയവരും ഒക്കെ ആയി മാറേണ്ടതുണ്ട്. ഖുതുബ പറയുന്നത് ഖതീബ് പറഞ്ഞിട്ടൊരു പദവി ഒന്നും ഇസ്ലാമിലില്ല. അറിവുള്ള ആർക്കും ഖുതുബ പറയാം. ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഇസ്ലാമിക വിവരങ്ങൾ എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി പറയണം. ഇമാം നിൽക്കേണ്ടത് ആരാണ്? വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പഠിച്ച ആളാരാണോ അവരാണ് ഇമാം നിൽക്കേണ്ടത്. അല്ലാതെ അത് ഒരു പൗരോഹിത്യം ഇസ്ലാമിലില്ല. ഒരു വിവാഹം നടത്തണം, വിവാഹം നടത്തി കൊടുക്കാൻ ഒരു മൗലിയാർ ആവശ്യം അവിടെ അല്ലല്ലോ. ആരെ വിവാഹം നടത്തി കൊടുക്കേണ്ടത്? അത് പെൺകുട്ടിയുടെ വലിയാണ്. ആരാണത് സ്വീകരിക്കേണ്ടത്? കെട്ടുന്ന പുതിയാപ്പിളയാണ്, വരനാണ്. അവിടെ ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. നിക്കാഹ് ഖുതുബ നമ്മൾ നടത്താറുണ്ട്. അത് ഇസ്ലാമില് ഉള്ള ഒരു ചടങ്ങായിട്ടല്ല, മറിച്ച് നാലാള് കൂടുമ്പോ ഉപദേശം നൽകുക എന്നത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയാണ്. അങ്ങനെയുള്ള അത് നിക്കാഹിന്റെ സമയത്തും അല്ലാതെ കുടിരിക്കലിന്റെ സമയത്തും ഇനി നമ്മൾ വെറുതെ ഒരു കുടുംബ സംഘം ഒക്കെ വെച്ചാലും ആ ഉപദേശം നൽകുക. ഖുതുബത്തുൽ ഹാജ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിനെ ഹംദ് അർപ്പിച്ച റസൂലിനെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒന്ന് രണ്ട് ഉപദേശങ്ങൾ നൽകുക എന്നത് എപ്പോ ആളുകൾ കൂടുമ്പോഴും ഒരു സുന്നത്തുള്ള കാര്യമാണ്. ആ രൂപത്തിൽ നമ്മൾ നിർവഹിക്കുന്നു എന്നുള്ളൂ. ഇവിടെ ഒന്നൊരു പുരോഹിതന്റെ ആവശ്യമില്ല. അതിന്റെ ഇസ്ലാം ഒരിക്കലും ചില ആളുകൾക്ക് മാത്രം കൊണ്ടുനടക്കാനുള്ള മതമല്ല. ഇസ്ലാം എന്നുള്ളത് മനുഷ്യരുടെ മതമാണ്.
സാധാരണക്കാരുടെയും പണക്കാരന്റെയും എല്ലാ മിഡിൽ ക്ലാസിന്റെയും അപ്പർ ക്ലാസിന്റെയും ലോവർ ക്ലാസിന്റെയും എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന മതമാണ്. ഏത് കാലഘട്ടത്തിലും പറ്റിയ മതമാണ്. അവിടെ ഒരു പുരോഹിതൻ ഉണ്ടെങ്കിലേ ഇസ്ലാമിന്റെ ഒരു ചടങ്ങ് നടക്കൂ എന്നൊരു സംവിധാനമല്ല. ആർക്കും നിർവഹിക്കുക. ആ കാര്യങ്ങളിൽ അറിവുണ്ടാകണം എന്നേ ഉള്ളൂ. അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം. ഇത്ര സിമ്പിളായ ഇസ്ലാമിനെ, ചൂഷണമില്ലാത്ത ഇസ്ലാമിനെ, പൗരോഹിത്യമില്ലാത്ത ഇസ്ലാമിനെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, എല്ലാ കോണുകളിലുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ എത്തിക്കേണ്ട ചില ആളുകളുണ്ടാവും. വേറെ ആരും ചിലപ്പോൾ അവരിലേക്ക് ദൈവത്തെ എത്തിക്കൂല. അവരെ ഇസ്ലാമിലേക്ക് എത്തിക്കേണ്ട, അവർക്ക് ഇസ്ലാം അറിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്. അവർക്ക് ഹിദായത്ത് കിട്ടൂലേ, അത് കൊടുക്കുന്നത് റബ്ബാണ്. റസൂലേ, നീ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലേക്ക് ആക്കാൻ നിനക്ക് സാധിക്കൂല. അള്ളാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് കൊടുക്കുന്നത് അള്ളാഹുവാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കും. മൂത്താപ്പ ഒന്നില്ല ഇലാഹ ഇല്ലല്ലാഹ് പറയും. മൂത്താപ്പ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ മരണത്തിന്റെ തൊട്ട് മുമ്പ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി പരിശ്രമിച്ചു. പക്ഷെ മൂത്താപ്പ ഇസ്ലാം സ്വീകരിച്ചില്ല. കാരണം റസൂലിന് കഴിയൂല. അള്ളാന്റെ റസൂലിന് പോലും കഴിയാത്ത നമ്മളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് ഇന്ന ആളെ ഹിദായത്തെ കൊണ്ടുവരണം എന്ന് നമ്മൾ വിചാരിക്കണ്ട. നമ്മൾ ദഅവത്ത് എത്തിക്കുക, അതേ നമ്മളുടെ ബാധ്യതയുള്ളൂ, അതേ നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. പക്ഷെ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. സമകാലിക സാഹചര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പല രൂപത്തിൽ നാട് വളരെ തെറ്റായ രൂപത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ സന്ദേശം നമ്മൾ എത്തിച്ചു കൊടുക്കണം. നന്മയുടെ സന്ദേശമാണ് നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ളത്. നമ്മൾ ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തർ തോന്നിയ രൂപത്തിൽ ചെയ്തു പോകുന്നതിലേറെ ഏറ്റവും യോജിച്ച് ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. സക്കാത്ത് സെല്ലുകളും അതുപോലെയുള്ള മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലും മറ്റും ഉണ്ടാവേണ്ടതുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളിലും ദഅവാ പ്രവർത്തനങ്ങളിലും ഒക്കെ ഒരുമിച്ച് കൂട്ടായ്മകളായിക്കൊണ്ട് ഒരുമിച്ച് കൈകൾ ചേർത്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് എങ്ങനെയാണോ അങ്ങനെ നമ്മൾ പരിശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഓരോരുത്തർക്കും ഓരോ ആവേശം വരുമ്പോൾ ഓരോന്ന് ചെയ്യും. ബാക്കി പിന്നെ അങ്ങനെ അവനവന്റെ ജോലിയും കാര്യങ്ങളും കുടുംബവും അവനവന്റെ ഉത്തരവാദിത്തങ്ങളും നോക്കിയിട്ട് അങ്ങനെ പോകും. അന്നൊക്കെ ഞാൻ അങ്ങനെ കുറച്ച് ഇങ്ങനെ സജീവമായിരുന്നു. പിന്നെ ഓരോ തിരക്കുകളായി. തിരക്ക് കഴിഞ്ഞിട്ട് ആർക്കും ഒഴിവുള്ളത്? തിരക്ക് എപ്പോഴാ ഒഴിയാ? തിരക്കില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? തിരക്ക് ഒഴിയാ മലക്കുൽ മൗത്ത് വരുമ്പോഴാണ് തിരക്ക് ഒഴിയാ. അപ്പൊ ഒരു തിരക്കും ഉണ്ടാവില്ല. അതുവരെ നമ്മൾ തിരക്കായിരിക്കും. പള്ളിയിൽ വരാൻ ഒഴിവുണ്ടാവില്ല. തിരക്കാണ്, ജോലിന്റെ തിരക്കാണ്, പഠനത്തിന്റെ തിരക്കാണ്. ഒരു കാര്യം ഇല്ലെങ്കിൽ വെറുതെ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കണ തിരക്ക്. ഈ തിരക്ക് ഒഴിയൂല. അതുകൊണ്ട് നമ്മൾ ഒഴിവുണ്ടാക്കിയിട്ട് ദഅവാ രംഗത്തേക്ക് ഇറങ്ങണം. ഒഴിവുണ്ടാക്കിയിട്ട് ദീനി രംഗത്തേക്ക് ഇറങ്ങണം. ഒഴിവുണ്ടാക്കിയിട്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ പരസ്പരം സഹകരിക്കണം. അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം. അത് റബ്ബിന്റെ നിർദ്ദേശം. വലാ തആവനു, നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്. അലൽ ഇസ്മി വൽ ഉദ്വാൻ, പരസ്പരം മാറ്റമായ പ്രവൃത്തികളിലും ശത്രുത ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും പരസ്പരം നിങ്ങൾ സഹകരിക്കരുത്. പക്ഷെ ആളുകൾക്ക് നേരെ തിരിച്ചാണ്. നാലാള് കൂടിയ അഞ്ചാമതൊരുത്തന്റെ കുറ്റം പറയാൻ എല്ലാവർക്കും ഒഴിവുള്ളൂ. നേരെ മറിച്ച് ആ ആൾക്ക് എന്ത് നന്മ ചെയ്തു കൊടുക്കുക, അവനെ എങ്ങനെ സജീവമാക്കി എടുക്കുക എന്ന് ചർച്ച ചെയ്യാൻ ആളുകൾക്ക് താല്പര്യം കുറവാണ്. അതുകൊണ്ട് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ ഒരുമിച്ച് കൂടിയ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചകയുന്നത് ഭയങ്കര താല്പര്യം. അത് പാടില്ല എന്നാണ് പറഞ്ഞത്. മറിച്ച് അലൽ ബിർരി വത്തഖ്വ, പരസ്പരം സഹകരിക്കേണ്ടത് പുണ്യങ്ങളിലാണ്, പരസ്പരം സഹകരിക്കേണ്ടത് തഖ്വയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് പറഞ്ഞിട്ട് റബ്ബ് എന്താ പറയുന്നത്? വത്തഖുള്ള, പടച്ചോനെ സൂക്ഷിച്ചോളി. വത്തഖുള്ള, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ്, തീർച്ചയായിട്ടും അല്ലാഹു ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് പരസ്പരം നന്മകളിൽ സഹകരിക്കാൻ, നന്മകളിൽ ഒരുമിച്ച് നിൽക്കാൻ, പരസ്പരം ചേർന്ന് നിന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, പുണ്യത്തിനു വേണ്ടി, പരസ്പരം നന്മകൾ പരസ്പരം പ്രവർത്തിക്കുന്നതിന് വേണ്ടി, തഖ്വയ്ക്ക് വേണ്ടിയിട്ട്, ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ട്, ദീനി ദഅവാ രംഗത്തേക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ശത്രുതയുണ്ടാക്കുന്ന കാര്യങ്ങൾ, പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പരസ്പരം പകയും അത്തരത്തിലുള്ള അഹങ്കാരവും
മ്ലേച്ഛതയും കുശുമ്പും വിദ്വേഷവും പരത്തുന്ന കാര്യത്തിൽ ഒരിക്കലും നമ്മൾ ഒരുമിച്ച് ചേരരുത്, ഒരിക്കലും നമ്മൾ പരസ്പരം സഹകരിക്കരുത്. ഇത് റബ്ബിന്റെ നിർദ്ദേശമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സ്വന്തം ജീവിതത്തിലൂടെ ഇസ്ലാമിന്റെ മഹത്വം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെ കണ്ട് ഇസ്ലാമിന്റെ മഹത്വം ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൾ ദയോടെയും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടും ഉപദേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഒരുപാട് സൂക്ഷ്മത നമ്മൾ ഓരോരുത്തരും പുലർത്തേണ്ടതുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇസ്ലാമിന്റെ സന്ദേശം വളരെയധികം പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സേവന പ്രവർത്തനങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ സജീവമാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലും നന്മകൾ പ്രചരിപ്പിക്കുന്ന നന്മയുടെ വാഹകരാക്കിക്കൊണ്ട് റബ്ബ് നമ്മളെ ഓരോരുത്തരെയും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.